to my home. घर में जाएगा मेरा पत्नी को घर में जाएगा अल्लाह मेरा बूरी को घर में जाएगा ബൂരി बूरी എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അവതെ ഞാൻ പോണു റെഡി ആയിട്ടുണ്ട്. ഗുഡ് ഈവനിങ്. രാത്രി ആയി അല്ലേ? അയ്യോ ഞാൻ മറന്നു പോയി. എന്താ ഇപ്പൊ രാത്രി ആയോ? അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ലേ? ഞാൻ ബോഡിക്ക് കണ്ടിട്ട് വേഗം വരാം കേട്ടോ. നമ്മുടെ പ്ലാനോ നമ്മുടെ പ്ലാൻ ഇവിടെ നാളെ ഇവിടെ പോണം. അതാലിയെ വിളിക്കണം, കുഞ്ഞാറ്റനെ കൊണ്ടുവരണം, അടിച്ചു പൊളിക്കണ്ടേ. അപ്പൊ ഞാൻ വീട്ടിൽ പോണ് റെഡി ആയിട്ടുണ്ട്. യാത്ര പോണു ഒരാഴ്ചക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. അലിശുണ്ടരി ഇത് അല്ലോ വരാം. എവിടെ പോണേ? അമ്മതേ വേഗം പോയിട്ട് വേഗം വരാട്ടോ. വേഗം പോയിട്ട് വേഗം വരാം. പുണ്ണിസൊക്കെ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്റെ അമ്മേ. ശരി, അത് എല്ലാം കുഞ്ഞാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മേ. പുണ്ണിശൊക്കെ ഉണ്ട്, കുഞ്ഞാറ്റൊക്കെ ഉണ്ട്. ആരൊക്കെ ഉണ്ട് പറഞ്ഞേ? നമ്മൾ വേറെ ഒരു പ്ലാൻ എന്താ ചെയ്തേക്കുന്നേ? അവിടെ പോപ്പിച്ചിട്ട് ഹായ്. എല്ലാവർക്കും സുഖാണോ ചോദിക്ക്. നമ്മുടെ പോപ്പിച്ചേട്ട കൊറേ നാളായി വീഡിയോയില് വന്നിട്ടില്ല. പോപ്പിച്ചേട്ടൊക്കെ നല്ല തറക്കുണ്ട്. എന്താ പാമ്പ്? ആരൊക്കെ പേടിപ്പിക്കുന്നേ? എന്റെ അമ്മേ, എനിക്ക് പേടിപ്പിക്കണ്ടായി. പക്ഷെ ഈ പ്രാവശ്യം പോണു കുറച്ച് മടിയുണ്ട്. ഞാനെ കുറച്ച് മടിയുണ്ട് ശരിക്കും. ഇത് കൊച്ചെ വയ്യായി കഴിഞ്ഞ പിന്നെ ഞാൻ പോവില്ല വിചാരിച്ചു. പിന്നെ ഇന്ന് അല്ലേ ഞാൻ പോയിട്ട് വരാൻ വിചാരിച്ചു. ഞാൻ ഇപ്പൊ വരെ ഉറങ്ങുന്ന ഞങ്ങൾക്ക് വയറുവേദന ഉണ്ടാണ്. അപ്പൊ ഞാൻ എത്ര മണി വരെ ഉറങ്ങി? 6 മണി അല്ലേ? 6 മണി വരെ ഉറങ്ങി. പിന്നെ എണിച്ചിട്ട് വേഗം പാക്കിങ് ചെയ്ത്. എന്താപ്പാ ജാപ്പ വന്നില്ല? അപ്പ എന്താ കൊണ്ടുവന്നോ? ജാപ്പ വരുന്നുണ്ടല്ലോ. അപ്പ ഇപ്പൊ എത്തും. ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാനും കൊച്ചും കൂടി. അപ്പൊ ഞങ്ങള് നേരെ പോവാണ് എയർപോർട്ടിൽ കേട്ടോ. ലിപ്സ്റ്റിക് കൊച്ചു ഉണ്ടല്ലോ. ലിപ്സ്റ്റിക് അയ്യേ എന്റെ പേര് ഫോണില് പറയുന്നു കേട്ടോ. ബൈ പോവാ. ഈ പ്രാവശ്യം പോണു ഭയങ്കര മടിയുണ്ട്. വയ്യ ഉണ്ടല്ലോ, അത് കാരണം ഉണ്ടാവും. പിന്നെ കൊച്ചിന് മാറിയിട്ടുള്ളൂല്ലോ. കൊച്ച ഇപ്പൊ ആക്റ്റീവ് ആയി. പക്ഷേ എനക്ക് വയ്യ. എനക്ക് ഇന്നലെ മുതല് എനക്ക് വയ്യ. വയറ് എന്തോ അസ്വസ്ഥ ഉണ്ട്. ഗ്യാസ്. എനിക്കും പോകാൻ വലിയ താല്പര്യമില്ലാത്ത പോലെ എനിക്കും കൺഫ്യൂഷൻ. നിന്റെ ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് വെച്ചിട്ട് ഞാൻ നിക്കണേ. പിന്നെ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് കാരണം ഞാൻ പോകും. പിന്നെ ഓൾറെഡി ഫ്രണ്ടിക്ക് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്യാൻസൽ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചൊക്കെ വയ്യ ശരിയായില്ലേനെ ഞാൻ വരില്ല, ശരിയാവാലേ ഞാൻ വരും പറഞ്ഞായിരുന്നു അതിനോട്. സർപ്രൈസ് അല്ലേ? ഇല്ലല്ലോ. എന്താ മടി പിടിച്ച് പോണ്? അതല്ലടാ, എന്താ അതിനോട് പറഞ്ഞാ നീ വരുമെന്ന്. സർപ്രൈസ് ഇല്ലേ അവിടെ? നമുക്ക് ചേട്ടാക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ചെലപ്പം വരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവല് ഓൾറെഡി വരും വിചാരമുണ്ടാവും. പറയും എനക്കും പോണം, ബോഡി വിട്ടു പോണം പറയും. ആളെ പഴയ പോലെ പറ്റിക്കാൻ പറ്റില്ല, വലിയ പിള്ളേരായില്ലേ. ഇപ്പൊ വലുതായി, ഇപ്പൊ എല്ലാം മനസ്സിലാവും. അപ്പൊ അപ്പുക്കുറ്റ ഞാൻ എയർപോർട്ടിൽ എത്തി. അപ്പൊ ഫ്ലൈറ്റിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഓണുണ്ടോ? ഒറ്റ വാട്ടി തരേ ഈ അപ്പുക്കുറ്റ പേടിപ്പിക്കും. നീ എപ്പോഴും വീഡിയോ എടുക്കുമ്പോ ഓണാക്കത്തില്ല, മറന്നു പോവല്ലേ, എന്ത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 2 പേര് എത്തിയിട്ട് എയർപോർട്ടിൽ എത്തി. അപ്പോൾ വെയിറ്റിംഗ് ചെയ്ത് ബോർഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ പുനസെ പോവാം, ഞാൻ വരട്ടെ പറയുന്നുണ്ട്. പക്ഷെ പുനസൊക്കെ ഇപ്പോൾ ഇത് വയ്യ മാറിയില്ലോ. പിന്നെ നമുക്ക് ഒരാഴ്ചക്ക് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ തണുപ്പല്ലേ, ഇപ്പോൾ കൊണ്ടുപോയാൽ പിന്നെ പുനസൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ വയ്യ വരും. അത് കാരണം അത് കൊണ്ടുപോകുന്നില്ല.
ചിലപ്പം വെക്കേഷനിൽ ഞാൻ പോവും വീട്ടിൽ. അപ്പോൾ ഇത് നമുക്ക് പാവം പുനിസൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. പാവം അമ്മ, ആൻസി, പുനിസ് എല്ലാവരും. അമ്മ ആൻസി ഉള്ളതുകൊണ്ട് പേടിക്കണ്ട, നന്നായിട്ട് നോക്കുവോള്. അമ്മേനെക്കാളും നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്യും. ആൻസി ഉണ്ട്, അത് കാരണം ഞാനും എനിക്ക് ഇത് ഒരു ടെൻഷൻ ഇല്ല. അത് കാരണം ഞാൻ എവിടെ വേണമെങ്കിലും പോവും. പിന്നെ നമുക്ക് വീട്ടിൽ ആരും ഇല്ലെന്ന് പിന്നെ നമുക്ക് ടെൻഷനും തോന്നും. പിന്നെ ഒറ്റയ്ക്ക് ഇത് അല്ലേ വെക്കണം, നമുക്ക് പേടി ഉണ്ടാവും. പക്ഷേ വീട്ടിൽ അമ്മ ആൻസി നന്നായിട്ട് നോക്കും. ഞാൻ ഇല്ലെന്നെ ആൻസി നന്നായിട്ട് നോക്കും. ആൻസി ഇല്ലെന്നെ ഞാൻ ഉണ്ടാവുന്നു പുനഃസേക്കിട്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടി. അപ്പോൾ ഞാൻ നേരെ എൻ്റെ നാട്ടിൽ പോയി കാണാം. അത് ഊരിക്കല. അപ്പൊ നമുക്ക് ബാഗ്ഡുഗ്ര എത്തിയിട്ട് നമുക്ക് നാട്ടിലെത്തി ബാഗ്ഡുഗ്ര എത്തി ലാൻഡ് ചെയ്തു. അപ്പൊ നേരെ നമുക്ക് ടാക്സി പിടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പൊ അപ്പൊ ഗുഡ് മോർണിംഗ് പറയാം. അപ്പൊ നമുക്ക് ടാക്സിക്ക് വേണ്ടി എല്ലാരും വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ കയറണം, ഏതെങ്കിലും സാധനങ്ങൾ തിന്നാനും മേടിച്ചിട്ട് പോവാ. നീ പുട്ടുപൊടി എടുത്തില്ലേ? കുട്ടിപ്പോട് മറന്നുപോയി. ഇല്ല, ഞാൻ ആരും മേടിക്കുന്നു വിചാരിച്ചു. പിന്നെ അമ്മ പറഞ്ഞു കുറച്ച് ദിവസക്ക് വേണ്ടി വേണ്ട പറഞ്ഞു. അപ്പൊ ഞാൻ കുട്ടിപ്പൊടി ശരിക്കും മറന്നുപോയി. വയ്യ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കുട്ടിപ്പൊടി മേടിക്കുന്നു മറന്നുപോയി. ഒരു പുട്ടുപൊടി എല്ലാം വെച്ച് കൊടുത്തിടാൻ പറഞ്ഞോളൂ. എന്താണ് അമ്മച്ചത്? കുട്ടിപ്പൊടി മറന്നുപോയോ? ഇങ്ങനെ മറന്നുപോയി. പിന്നെ നമുക്ക് ടാക്സി എടുത്തോ. എനിക്ക് ഭയങ്കര ബാർഗനിങ് ഉണ്ട്. നമുക്ക് കുറെ റേറ്റ് പറയാം, ബാർഗനിങ് ചെയ്യാൻ. ഫൈനലി ഈ ടാക്സി 3500 എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ശരി, കുട്ടി ബാക്കില്ല. അതെ, വീട്ടിക്ക് പോണുണ്ട് കേട്ടോ. വണ്ടി ടാക്സി കിട്ടി. ടാക്സിയില് നമുക്ക് അപ്പു, ഞാന്, ഡ്രൈവർ ചേട്ടൻ ഉണ്ട്. അപ്പൊ നമുക്ക് 3 പേര് പോകുന്നുണ്ട്. അപ്പൊ പോകുമ്പോ നമുക്ക് ഫുഡ്. അമ്മമ്മ എന്തോരം ചെടി ഇതേ നോക്കാം. ഫ്ലവർ, ബാപ്പറേ, നല്ല ഫ്ലവർ. അതെ, ഇങ്ങനെ ചെടി കണ്ടപ്പോ സിജി അമ്മക്ക് ഓർക്കും. ഞാൻ ഇങ്ങനെ ചെടി കണ്ട എന്തോരം സന്തോഷം വരും. അതെ, അപ്പൊ നമുക്ക് പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. കാരണം അത്ര യാത്ര ആവണ്ടേ, 3 hour എടുക്കും എങ്കിലേ അവിടെ എത്തുമ്പോ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റില് ചോള ഭട്ടോറ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ചിട്ട് നമുക്ക് വീട്ടില് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് പോകുമ്പോ സിഗ്നൽ ഒന്നും കിട്ടൂല. അപ്പൊ നമുക്ക് ഈ ഏരിയ ഫോറസ്റ്റ് ഏരിയ. അപ്പൊ ഫുൾ ഫോറസ്റ്റ് ഉണ്ട്. അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ചേച്ചിക്ക് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബാഗ്ഡുഗ്രയിൽ എത്തിയിട്ടോ പറഞ്ഞു. അപ്പൊ ഞാനോ ചിരിയോ സന്തോഷോ. സന്തോഷം വന്നാലും കറിയും, സങ്കടം വന്നാലും കറിയും. അതെ, രണ്ട് കണക്കാണ്. ഇനി പോകുമ്പോ ഒരു ഭയങ്കര ഡ്രാമ സീരിയൽ ഉണ്ടാവും. അതാണ് സഹിക്കാൻ പറ്റാത്ത. പിന്നെ അത് നമുക്ക് സിബ്ലിങ്സ് അങ്ങനെ ഉണ്ട്. സിബ്ലിങ്സ് മനസ്സിലായോ അല്ലേ? അമ്മ മകനോട് ഈ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പുട്ടുപൊടി മറന്നു വെച്ചാൽ ഭയങ്കര വിഷമമുള്ള കേസാണ് കേട്ടോ. അമ്മയോടാണ് പറയണത്, പുട്ടുപൊടി ഒരിക്കലും മറക്കരുത്. പുട്ടുപൊടി ശരിക്കും ഞാൻ മറന്നുപോയി. വെക്കിന് അമ്മ മറക്കില്ലായിരുന്നു. വെക്കിന് വിചാരിച്ച് ഞാൻ മറന്നുപോയി.
ചുരുക്കി പറഞ്ഞ 3-4 ടൈപ്പ് അത്രയല്ലടി. അതെ, റോഡൊക്കെ അത് തന്നെ, വലിയ വ്യത്യാസമില്ല. റോഡും ഒക്കെ സെയിം. വണ്ടി എടുത്തിട്ടുണ്ടോ? എടുത്തിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെള്ളം, ഇത് മഴ പെയ്യുമ്പോ ഈ വെള്ളം ഈ റോഡില് വരും. ലാസ്റ്റ് ടൈം മഴ പെയ്യുമ്പോ ഈ റോഡില് വരണോ, പിന്നെ ഈ റോഡ് ഒക്കെ നശിച്ച് പോയി കേട്ടോ. ഇപ്പൊ വീണ്ടും പുതിയ ഇത് റോഡ് നന്നാക്കുന്നുണ്ടോ. പിന്നെ മഴ പെയ്യുമ്പോ പിന്നെ ഈ റോഡ് നശിച്ച് പോകും. വെള്ളം കാണിച്ച് കുറിച്ചാ എൻ്റെ അമ്മ. വെൽക്കം ടു മൈ ഹോം എല്ലാവർക്കും. ഹലോ. राम्बी राम्बी लिपस्टिकहरू ल्याएर बस्यो क्या हो र? अయ్యో, यो कसको हो माटोहरू? How are you? Barbecue. God bless you. Yes. देखियो चिसोमा आयो कि टाउको दुख्छ हौ थप्परे. भरे आउँछु ल. होला. हाई भन्न. हाई. हेलो. ഞാൻ ചെരുപ്പ് കണ്ടപ്പോ ചിരിക്കുന്നു. Only 1 week after cry. No cry. സോയിക്കുട്ടിക്ക് തലവേദനയായി, തണുപ്പായില്ലോ. തലവേദനയോ? നമസ്കാർ. നമസ്തേ. आप ठीक है? आप ठीक है? अच्छा फाइन. हाँ, मेरे को खाना बना. खाना अभी बनाया ही नहीं है. क्यों? क्या खाएगा, क्या खाएगा? പറഞ്ഞു കൊടുക്കണ്ടായിരുന്നാ? ചിക്കന്, ബീഫ്, ഫിഷ് रेडी रेडी റെഡി. അവിടെ ചിൽഗുഡിയിൽ വരുമ്പോ നമുക്ക് ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തലവേദന ഇല്ലേ. അപ്പൊ മേലെ വരുമ്പോ തണുപ്പുണ്ട്. കാണിച്ച് ആ ടൈറ്റ് ചെയ്തിട്ട് പോയി, 2 മുകളിലോട്ട് കയറി പോയി. അപ്പൊ ഇത് മേലെ സിൽഗുരിയിൽ കുറച്ച് ചൂടുണ്ടായിരുന്നു. പക്ഷെ മേലെ ചേച്ചിക്ക് വീട്ടില് മേലെ കയറുമ്പോ തണുപ്പ്, തലവേദനയായി. ഓ, തണുപ്പില് വരുമ്പോ എപ്പോഴും തലവേദന. അപ്പൊ നമുക്ക് വേണ്ടി ചേച്ചി ഫുഡ് ചോറ് കഴിച്ച് ഉറങ്ങണം. പെട്ടി പൊട്ടിക്കനും ചൂര്. ഈ പ്രാവശ്യം പെട്ടി പൊട്ടിക്കണ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ നീ ആ വലിയ പെട്ടിയിലെന്തോന്നാ? കുറച്ച് ചിപ്സ് ഉണ്ട്. അത് എന്റെ ഫ്രണ്ട്സൊക്കെ കൊടുക്കുന്നു. അതുണ്ടല്ലോ. അതെ, ഇത് കുറച്ചൊരു ചോറ്, നമുക്കിത് വൈറ്റ് റൈസ്, പിന്നെ ഇത് നമുക്ക് ചീര, പിന്നെ ചമ്മന്തി, ഇത് സൂപ്പ്. എന്ത് സൂപ്പ്? ഇത് എന്ത് സൂപ്പ് പറയൂ? മലയാളത്തില് എന്താ പറയൂ? പോത്ത് സൂപ്പ്. പിന്നെ അപ്പുക്കുട്ടാക്ക് വേണ്ടി ബീറ്റ്റൂട്ട് ചോറ്. അപ്പുക്കുട്ടാക്ക് വേണ്ടി ചേച്ചി ഞാൻ ഒലത്തിൽ അങ്ങനെ ഒലത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കുറച്ച് ചീര എടുക്കാം. ये भिंडी बनाना आता है, उधर सिखाना. ബീറ്റ്റൂട്ട് അവിടെ ഉണ്ടാക്കുന്ന പഠിച്ച ഞാൻ ചേച്ചിക്ക് പറഞ്ഞിട്ട് ഞാനൊക്കെ ഈ ചീര ഉണ്ടാക്കി വെക്കാം. ഈ ചീര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ കൂട്ടാ കഴിച്ചോ. എല്ലാരും പറഞ്ഞ പോലെ ഞാൻ അവിടെ ഫുഡ് ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഇഷ്ടമാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല.
ആദ്യം ഇഷ്ടമായിരുന്നു ഉടനെ ഇറങ്ങൂല്ല തൊണ്ടയില്. പുനസ് ചോദിച്ചാണ് അപ്പൊ എവിടെ ഞാൻ വീഡിയോ കോൾ ചെയ്താണ് അവർ ടെഡി ബിയർക്ക് ഇതുണ്ടല്ലോ വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. എന്റെ ഫ്രണ്ട് ആരാ ഞാനാണോ? നീ ഇല്ല അൽവിൻ അതെ എന്റെ ചൈൽഡ്ഹുഡ് फ्रेंड के ऊपर सिस्टर है अहिले सुतिरहेको थियो कस्तो होइन 1-2 दिनमा आउनु पर्यो भने भोलिदेखि म मुम्बई जान्छु मजाले नै यसो भएछ अल्बिना मोटी भएछ पुरा मोटी भएको छ यस्तो अस्ति बाली देखेछ अन्त अहिले त बिहा गरेर त कस्तो स्लिम पो भएछ നമുക്ക് കാണുമ്പോ രണ്ടുപേരും ഓർമ്മിച്ചുണ്ട് ഫേസ് അല്ലെ ഏകദേശം അവള് സുന്ദര കൊച്ചല്ലേ അവളുടെ ഹസ്ബൻഡ് കസിൻ സിസ്റ്റർ ഇത് അടുത്ത ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങി എനിക്ക് ഭയങ്കര തലവേദനയായി ഗ്യാസായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങി ഫ്രണ്ടും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഫ്രണ്ടിക്ക് ചിപ്സ് കൊടുക്കാം അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചിപ്സ് കുറേ ഇല്ല കുറച്ച് മാത്രം ഉണ്ട് ചിപ്സ് ഉണ്ട് പിന്നെ ഇതുണ്ട് ഇത് നമുക്ക് ആൻറ്റി അവിടെ ബേക്കറി ഉണ്ടല്ലോ ആൻറ്റിക്ക് അപ്പോൾ അവിടുത്തെ കൊടുത്ത് വിട്ടിട്ടുണ്ട് മിക്സർ അപ്പോൾ ഇത് ഫ്രണ്ടിക്ക് കൊടുക്കട്ടെ ഞാൻ ഫ്രണ്ടിക്ക് കുറച്ച് മിഠായി ഉണ്ട് മിഠായി കുറച്ചുണ്ട് ഇതിന് എൻ്റെ വാലന്റൈൻ ഡേക്ക് ചോക്ലേറ്റ് ഡേക്ക് മിഠായി ഉണ്ട് എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും കൊടുത്താൽ എല്ലാവരും കൊടുത്തു കഴിഞ്ഞ ശേഷം കുറച്ചേ ഉണ്ട് അത് കൊടുത്തു എല്ലാവർക്കും കൂറ്റോ അപ്പത്തേ നമുക്ക് എന്താ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് വന്നോ പാവം എനക്ക് ഫ്രണ്ട് വിളിച്ചാണ് അവൾക്ക് വീട്ടിൽ പക്ഷെ അവള് എന്താ നാളെ മുമ്പേക്ക് പോകും എനക്ക് പറഞ്ഞു കുറച്ച് ദിവസം നിന്നിട്ട് അവൾക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ പറമ്പിച്ചു നമുക്ക് സൺഡേ പോവണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവൾക്ക് ഇങ്ങ വന്നിട്ട് കുറച്ച് സമയത്ത് നമുക്ക് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് സമയത്ത് നിൽക്കി ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട് ഉണ്ടോ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ പണ്ട് ചെറുപ്പത്തിൽ നമുക്ക് എന്തോരല്ലേ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ എത്രയും ഉണ്ട് അപ്പോൾ അവളും പോവും അപ്പോൾ എന്തേ ഇന്ന് എന്താ അപ്പുക്കുട്ടാ വയ്യ അല്ലേ അപ്പുക്കുട്ടൊക്കെ ഉച്ചക്ക് കുഴപ്പമുണ്ടായിരുന്നു ആ സമയത്ത് നല്ല വെയിലും ഉണ്ടായിരുന്നു ഇപ്പൊ അപ്പുക്കുട്ടൊക്കെ ഓർക്കമുണ്ടോ വയ്യക്ഷീണുണ്ടോ അപ്പുക്കുട്ടൊക്കെ ഞാന് ഫ്ലൈറ്റില് ഉറങ്ങി വീട്ടിൽ വന്നിട്ട് ഞാനൊക്കെ വയ്യ ഉണ്ടായിരുന്നു അത് കാരണം ഉറങ്ങി അത് കാരണം അപ്പോൾ അപ്പുക്കുട്ടൊക്കെ ഇപ്പോൾ റെസ്റ്റ് കൊടുക്കാം അപ്പുക്കുട്ടൊക്കെ വേഗം ഉറങ്ങൂ ഞാൻ കുറച്ചു നേരം ഉറങ്ങൂ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങിട്ട് അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടും പോവും അപ്പൊ ബൈ ബൈ അടുത്ത നെക്സ്റ്റ് ഇയർ അപ്പൊ കയ്യില് भेट्ने हामी नेक्स्ट इयर होइन അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു കേരള വാ അവൾക്ക് ഹസ്ബൻഡ് വൈഫ് അറിയോ അവൾക്ക് ഹസ്ബൻഡ് ഫ്രണ്ട് വാ പറഞ്ഞിട്ടുണ്ട് അറിയില്ലേ വരുമോ ഇല്ല അറിയില്ല പക്ഷെ ഞാൻ ഇൻവൈറ്റ് ഇപ്പൊ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ വാവ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഐസല്ല പിന്നെ ഈ കൊച്ചി ആരെങ്കിലും വേണോ കിസി കൊച്ചയ്യേ